കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്നത് കിഷ്കിന്ധ എന്ന രാജ്യത്തെ വാനര ഭരണത്തെയും വാനര സമൂഹത്തെയും അവരുടെ ശ്രമകരമായ സീതാന്വേഷണത്തിൻ്റെ വ്യഗ്രതയെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഭാഗമാണ്. ഋക്ഷരജസ് എന്ന് പറയുന്ന ഒരാളുടെ വകയായിരുന്നു ഈ കിഷ്കിന്ധ. ആ കിഷ്കിന്ധയിൽ ബാലി സുഗ്രീവന്മാരെ എടുത്തു വളർത്തി കൊണ്ടുവന്നതാണ്. അനപത്യതാ ദുഃഖം അല്ലെങ്കിൽ പുത്രന്മാരില്ലാത്ത ദുഃഖം ശമിക്കുന്നതിനായിട്ട് ഋക്ഷരജസ് തൻ്റെ കൊട്ടാരത്തിൽ ബാലിയെയും സുഗ്രീവനെയും വളർത്തി, സ്വന്തം മക്കളായിട്ട് തന്നെ വളർത്തി. അദ്ദേഹത്തിൻ്റെ അന്ത്യകാലത്തോടടുത്ത് ഈ സാമ്രാജ്യം ബാലി ഭരിക്കട്ടെ എന്ന് തീരുമാനിച്ചു. അങ്ങനെ ബാലി അവിടെ ഗംഭീരമായ ഒരു ഭരണമാണ്, ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നിന്ന് നമുക്ക് തോന്നാവുന്ന തരത്തിൽ അങ്ങനെ പ്രജകളുടെ ക്ഷേമങ്ങൾ മാത്രം ലക്ഷ്യമാക്കി ഭരിച്ച വീരശൂര പരാക്രമിയായ വാനരരാജാവാണ് ഈ ബാലി. സുഗ്രീവൻ അദ്ദേഹത്തിൻ്റെ അനുചരനായിട്ട്, സഹോദരനാണെങ്കിലും അനുചരനായിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ പെട്ടെന്ന് ഒരു കലഹമുണ്ടായി, മാറുന്ന അവസ്ഥ ഉണ്ടായി. അതിന് കാരണം ദുന്ദുഭി എന്ന അസുരൻ്റെ മകനായ മായാവി എന്നൊരാളുണ്ടായിരുന്നു. അയാൾ തൻ്റെ അച്ഛനെ കൊന്നവനാണ് ഈ ബാലി എന്ന് പറഞ്ഞിട്ട് അയാളോട് നിരന്തരം കലഹത്തിന് വന്നു. അങ്ങനെ ഇവർ തമ്മിൽ വലിയ ശക്തിയേറിയ യുദ്ധം നടന്നു. അവസാനം ഒരുപാട് ആയുധങ്ങളൊക്കെ എടുത്ത് പയറ്റിയെങ്കിലും ബാലിക്ക് അയാളെ തോൽപ്പിക്കാനോ അയാൾക്ക് ബാലിയെ തോൽപ്പിക്കാനോ കഴിയാതെയായി. അങ്ങനെ ഇവരെല്ലാം യുദ്ധം ചെയ്ത് ഒരു ഗുഹയ്ക്കകത്ത് പ്രവേശിച്ചു. അപ്പോൾ ബാലി ഒപ്പമുണ്ടായിരുന്ന സുഗ്രീവനോട് പറയും, സുഗ്രീവ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതിനകത്ത് യുദ്ധത്തിന് പോവുകയാണ്. ഇതിൽ നിന്ന് രക്തം വരികയാണെങ്കിൽ ഞാൻ മരിച്ചുവെന്നും പാല് വരികയാണെങ്കിൽ, ക്ഷീരം വരികയാണെങ്കിൽ അസുരൻ മരിച്ചുവെന്നും കണക്കാക്കണം. രക്തമാണ് വരുന്നതെങ്കിൽ ആ പാറ കൊണ്ട് ആ ഗുഹാതലം അടച്ചു വയ്ക്കണം എന്ന്. അങ്ങനെ കുറേ നാളത്തേക്ക് നീണ്ടു വന്നു ഈ യുദ്ധം. ആരും വിട്ടുകൊടുത്തില്ല. ഏറ്റവും ഒടുവിൽ ഈ മായാവിയെ ബാലി വധിച്ചപ്പോൾ ഈ അസുരൻ നേരത്തെ ഇത് അറിഞ്ഞവരും ആയതുകൊണ്ട് അയാളുടെ മായാപ്രയോഗത്തിൻ്റെ ഫലമായിട്ട് രക്തമാണ് ആ ഗുഹയുടെ കവാടത്തിലൂടെ പുറത്തേക്ക് ഒഴുകിയത്. അപ്പോൾ അനുജൻ സുഗ്രീവൻ വിചാരിച്ചു ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടിരിക്കുമെന്ന്. ദുഃഖത്തോടെ വളരെ ബുദ്ധിമുട്ടി വലിയ ഒരു പാറ കൊണ്ടുള്ള ആ അടപ്പ് വെച്ച് മൂടി വെച്ച് ആ ദ്വാരം അടച്ചു. അത് ബാലിക്ക് മാത്രമേ തുറക്കാനൊക്കെ കഴിയുമായിരുന്നു. അത്ര വലിയ പാറയാണ്, ബാലിയുടെ ശക്തി അപാരമാണ്. അത്ര ശക്തിയൊന്നും ആർക്കുമില്ല. എങ്കിലും സുഗ്രീവൻ വളരെ ബുദ്ധിമുട്ടി ഉരുട്ടി കൊണ്ടുവന്ന് ആ ഗുഹാതലം നല്ലോണം അടച്ചു വെച്ചിട്ട് തിരിച്ചു പോരും. ഇയാൾ ആ ഗുഹയ്ക്കകത്ത് നിന്ന് പുറത്ത് വന്നു ദേഹം മൊത്തം ചോരയൊക്കെ ലഭിച്ചുകൊണ്ട് ഇങ്ങനെ വരിക. അസുരൻ്റെ ചോര അദ്ദേഹത്തല്ല. അപ്പോൾ അങ്ങനെ ഇയാൾ പുറത്തോട്ട് വന്നപ്പോഴേ ഗുഹാതലം അടച്ചിരിക്കുന്നു, കവാടം അടച്ചു വച്ചിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഇയാളുടെ മനസ്സിലോട് ഓടി വന്ന ഒരു വിവരമെന്ന് പറയുന്നത്, ഈ അനുജനാണ് സുഗ്രീവൻ, അവൻ്റെ ഉള്ളിൽ എന്തായാലും സാമ്രാജ്യമോഹം ഉണ്ടാവും. ഞാൻ നശിച്ചു എന്ന് കേട്ടാൽ അവന് രാജ്യം ഭരിക്കാം, ആ വേല കയ്യിലിരുന്നാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഇയാൾ ആ ഗുഹാ കവാടത്തിലെ വലിയ പാറ ഒറ്റ ചവിട്ട് കൊടുത്ത് തെറിച്ച് ദൂരെ വീണു. അങ്ങനെ അതിലൂടെ ഇയാൾ പുറത്ത് വന്നിട്ട് നേരെ സുഗ്രീവൻ്റെ അടുത്തേക്ക് വിടും. അപ്പോൾ സുഗ്രീവൻ പിന്നെ ജേട്ടൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് സന്തോഷമുണ്ട്. പക്ഷേ ആ കണ്ണുകളിലേക്കൊക്കെ നോക്കിയപ്പോൾ അപാരമായ കോപമാണ് കാണുന്നത്. അപ്പോൾ ഭയവിഹ്വലനായി സുഗ്രീവൻ തൊഴുതുകൊണ്ട് മാറി വന്നു. അപ്പോൾ എടാ ശഠ, ദുരാഗ്രഹി, നീ എനിക്കിട്ട് പണി തരുമായിരുന്നല്ലെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭർസനം ചൊരിഞ്ഞു, അശ്ലീലമായി ഒരുപാട് സംസാരിച്ചു, കയർത്തു, കോപിച്ചു, ഉപദ്രവിക്കാൻ ചെന്നു. നിന്നെ ഇപ്പം ഞാൻ കുന്നുകളയും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സുഗ്രീവൻ അവിടുന്ന് പേടിച്ചോടിയത് ഋഷ്യമൂകാചലത്തിലേക്കാണ്. കാരണം അവിടെ ബാലിക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ബാലി ഈ മായാവിയുടെ അച്ഛനായ ദുന്ദുഭിയെ വധിച്ച സമയത്ത് അത് ഞാൻ ഇന്നലെ പറഞ്ഞു, ആ വധിച്ച സമയത്ത് അയാളുടെ ഈ ശരീരഭാഗം എടുത്ത് എറിഞ്ഞപ്പോഴേ ശരീരത്തിൽ നിന്ന് ഈ ഉതിർന്നു വീണ ചോരത്തുള്ളികൾ അതിന് താഴെ ഈ ഒരു നദിയുടെ കരയിൽ തപസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു മഹർഷിയുടെ ദേഹത്തൊക്കെ വീണു. ആ ദേഹം ശമിച്ചു. ഈ മലയിൽ ബാലിക്ക് കയറാൻ നോക്കാതെ പോകട്ടെ എന്ന്. അത് ആ സുഗ്രീവന് ഒരു രക്ഷയായി. അങ്ങനെയാണ് സുഗ്രീവനും അദ്ദേഹത്തിൻ്റെ അനുചാരകന്മാരായി
കുറേ അമാത്യന്മാരും മന്ത്രിമാരും ഒക്കെ ചേർന്നു. അതിൽ 4ാമത്തെ മന്ത്രിയാണ് ഹനുമാൻ എന്ന് പറയുന്നത്. 5 മന്ത്രിമാരാണ്. അപ്പോൾ അങ്ങനെ പിന്നെ കഴിയുന്ന കൂട്ടത്തിലാണ്, ബാലിയെ ഭയന്ന് കഴിയുന്ന സമയത്താണ് ഈ രാമനും ലക്ഷ്മണനും കൂടെ സീതാന്വേഷണ വ്യഗ്രരായി വികാര വിക്ഷുബ്ധമായ മനസ്സോടുകൂടി ഇതികർത്തവ്യത മൂഢന്മാരായി എന്ത് ചെയ്യണമെന്നറിയാത്ത ആളുകളായിട്ട് ദുഃഖിതന്മാരായി ഇങ്ങനെ വനത്തിലൂടെ നടന്നു പോകുന്നത്. പക്ഷേ അവരുടെ മുഖം അത്യധികം ജ്വലിക്കുന്ന തേജസ്സുള്ളവരായിരുന്നു. ദേവകുമാരന്മാരാണ്, ദേവന്മാരുടെ ആ ഒരു സിദ്ധിവിശേഷം അവരുടെ മുഖത്തിൽ നിന്ന് കളിയാടിയിരുന്നൊക്കെ ഹനുമാൻ കണ്ടറിയുന്നുണ്ട്. അപ്പോൾ സുഗ്രീവൻ പേടിച്ചു വിറച്ചു, തന്നെ കൊല്ലാൻ വേണ്ടി ബാലി എന്തോ ചതിവ് ചെയ്യുകയാണെന്നൊക്കെ പേടിച്ചു. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും ഹനുമാനെ, നീ പോയി ഒരു വേഷപ്രച്ഛനായിട്ട് നീ അവിടെ ചെല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബ്രാഹ്മണ സന്യാസിയുടെ വേഷം എടുത്തുകൊണ്ട് ഹനുമാൻ ഈ രാമാദികളെ സമീപിക്കുകയും അവരോട് മധുരോദാരമായ നിലയിൽ കുശലപ്രശ്നം ചെയ്തുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ കാര്യം നിങ്ങൾക്ക് എന്നുള്ള അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ വളരെ പണ്ഡിതോചിതമായ നിലയിൽ വ്യാകരണ സാധുത വരുന്ന രീതിയിൽ സ്ഫുടാക്ഷരമായിട്ട് തൂക്കിക്കുറിച്ച് അർത്ഥയുക്തമായി സംസാരിക്കുന്ന ഈ ആദിവാസിയായ ഹനുമാനെ എൻ്റെ സംഭാഷണം കേട്ട് അതിൽ ആകർഷ്ടനായ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ നോക്കൂ, എത്ര ഭംഗിയായിട്ടാണ് ഇയാൾ സംസാരിക്കുന്നത്. ഋക്ക് യജുസ് സാമം അഥർവം തുടങ്ങിയുള്ള വേദങ്ങളെല്ലാം നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് അക്ഷരങ്ങൾ ഇങ്ങനെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയൂ, അല്ലാതെ അവർക്കും കഴിയില്ല. അപ്പോൾ ഇയാൾ സാമാന്യക്കാരനായിരിക്കില്ല, നമുക്ക് അനുകൂലമായ മനോഭാവമാണോ ഇയാൾക്കെന്ന് നീ ഒന്ന് ചോദിച്ചറിഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ലക്ഷ്മണൻ ആണ് വന്ന് ഹനുമാനോട് സംസാരിക്കുന്നത്. അപ്പോൾ ഹനുമാൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഹനുമാൻ ആരാണ്, നിങ്ങളത് അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് ഈ ശ്രീരാമൻ തൻ്റെ വൃത്താന്തങ്ങളെ ഹനുമാനോട് പറഞ്ഞത്. ബാക്കി കാര്യമാണ് ലക്ഷ്മണൻ ചോദിച്ചറിയുന്നത്. അങ്ങനെയാണ് ഈ വിവരം ഈ സുഗ്രീവൻ്റെ മന്ത്രിയാണെന്നും മറ്റുള്ള കാര്യം ഈ രാമൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ സുഗ്രീവനുമായി ഒരു സഖ്യത്തിൽ ഏർപ്പെടാനുള്ള തീരുമാനമായി. എന്നാൽ എൻ്റെ പുറത്ത് കയറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഇയാൾ പെട്ടെന്ന് വേഷം അഴിച്ചു മാറ്റി യഥാർത്ഥ വാനരനായിട്ട് മാറി, വലിയ ശക്തിശാലി അയാളായിട്ട് മാറി, ബലശാലിയായി മാറി. 2 തോളിലും രാമനെയും ലക്ഷ്മണനെയും എടുത്തു വെച്ചുകൊണ്ട് ഈ ഹനുമാൻ നേരെ ഋഷമൂകാചലത്തിൻ്റെ മുകളിലേക്ക് കയറി ചെന്നു. അവിടെ ചെന്നപ്പോൾ നമുക്ക് അനുകൂലനാണെങ്കിൽ കൂട്ടിക്കൊണ്ട് വരണമെന്നും കൂടി ഇയാൾ പറഞ്ഞിരുന്നു, സുഗ്രീവൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് ഈ ഹനുമാൻ ഇവരെ 2 പേരെയും കൂട്ടിക്കൊണ്ട് ഋഷമൂകാചലത്തിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ സുഗ്രീവനും സന്തോഷമായി, പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാമൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഹനുമാൻ പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ കാര്യം ചെയ്യണം, നിങ്ങൾ 2 ആളും അന്യോന്യം സഹായിക്കാൻ താല്പര്യമുള്ളവരായതുകൊണ്ട് തന്നെ ഒരു സഖ്യത്തിൽ ഏർപ്പെടണം എന്ന് പറഞ്ഞു. നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ചു, പൂജാ സാമഗ്രികൾ കൊണ്ടുവന്നു, ജലം കൊണ്ടുവന്നിട്ടാണ് ഈ കരാർ നടക്കുക. ഏത് കരാറിലും അങ്ങനെയാണല്ലോ. സുഗ്രീവ സഖ്യം അത്ര മോശമായ കാര്യമൊന്നുമല്ല. അത് വാനരന്മാരായ ആളുകളോട് സഖ്യം ചെയ്തു എന്നുള്ളതല്ലാതെ വേറെ കുഴപ്പമൊന്നും അവിടെ ഇല്ല. അതെപ്പോഴും വേണ്ട ഒരു കാര്യമാണ്. സുഗ്രീവ സഖ്യം വേണ്ടിയിരുന്നു സീതാന്വേഷണത്തിന് എന്നുള്ളത് വളരെ പ്രധാനമായിരുന്നു ആ കാര്യം. സഖ്യം ആത്മനിവേദനം എന്ന് പറയും. സഖ്യമുള്ളവരോട് മാത്രമേ ആത്മനിവേദനം പാടുള്ളൂ. ചങ്ങാതിയെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കാനുള്ളതാണ്. വളരെ സുഹൃത്ത് എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ആകേണ്ടത് എന്നുള്ളതുണ്ട്. സാധാരണ ഒരാളെക്കുറിച്ചല്ല, നമ്മളെ കേൾക്കാൻ കഴിയുന്ന ആളിന് എപ്പോഴും നമ്മളെ അറിയാൻ കഴിയുന്നവരായിരിക്കും. അതാണ് പ്രധാനം. നമ്മളെ അറിയുകയും നമ്മളെ കേൾക്കുകയും ചെയ്യുകയും ഹിതമായി സംസാരിക്കുന്നവനല്ല, യുക്തമായി സംസാരിക്കുന്നവനാണ് ചങ്ങാതി. ഹിതമായി സംസാരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യലാഭം അതിൻ്റെ പിന്നിലുണ്ടാവും. അതാണ് പ്രധാനം. അപ്പോൾ കാര്യലാഭമില്ലാതിരിക്കണം, അതിന് ഉചിതജ്ഞരായിരിക്കണം എന്നുള്ളതാണ്. ഉചിതമായ സംഭാഷണം കൊണ്ട് നമുക്ക് ഗുണകരമായി എന്തെങ്കിലും നൽകുക എന്നുള്ളതാണ്. നമുക്കിഷ്ടത്തെ പറയുന്ന ആളുകൾ നമ്മുടെ ചങ്ങാതിയല്ല. ഇഷ്ടത്തെ പറയുക എന്നുള്ളൂ. അതിൻ്റെ വരും വരായികളെക്കുറിച്ച് അയാൾ ചിന്തിക്കില്ല. സാധാരണ സുഹൃത്തുക്കളൊക്കെ അങ്ങനെയാണ്. സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും ശരി, അഗ്നി ജ്വലിപ്പിച്ചു ഹനുമാൻ. അഗ്നിയും വെള്ളവും കൊണ്ടുവന്നു, പൂജാ സാമഗ്രികളെല്ലാം കൊണ്ടുവന്നു. അതെല്ലാം വെച്ച് ദശപുഷ്പങ്ങളാണ്, അതെല്ലാം വെച്ചിട്ടാണ് പൂജയെല്ലാം നടത്തി ഈ സഖ്യം നടത്തി. അപ്പോൾ ഈ സീതാദേവി
അപഹരിച്ചുകൊണ്ട് രാവണൻ പോകുന്ന സന്ദർഭത്തിൽ ഈ മൂകാചലത്തിൻ്റെ താഴെ ഒരു ഗുഹയുടെ അടുത്ത് കുറേ ഒരു 4-5 പേരിയ്ക്കുന്നു. ദേവി വിമാനത്തിലിരുന്നുകൊണ്ട് കണ്ടതാണ്. തൻ്റെ ആഭരണങ്ങളെല്ലാം അഴിച്ചെടുത്ത് അത് തൻ്റെ ചേലയിൽ നിന്ന് ഒരു അംശം വലിച്ചു കീറിയെടുത്തതിൽ പൊതിഞ്ഞ് താഴേക്ക് ഇട്ട് കൊടുത്തു. ഏതെങ്കിലും വിധത്തിൽ രാമന് കിട്ടിയാൽ ഒരു ഉപകാരമാകുമല്ലോ തന്നെ കണ്ടുപിടിക്കാൻ എന്ന ഒരു ബുദ്ധി വിചാരിച്ചിട്ടാണ്. അവസരോചിത ബുദ്ധിയാണ് സ്ത്രീകൾക്കുള്ളത്. സ്ത്രീകളെക്കുറിച്ച് ഒരുപാട് ബുദ്ധിയുടെ കാര്യം പറയാറുണ്ട്. അവസരോചിത ബുദ്ധിയാണ്, സ്ത്രീ ബുദ്ധി പിൻബുദ്ധിയാണെന്നൊക്കെ പറയുമെങ്കിലും അബലയും ചപലയുമായ സ്ത്രീ എന്നുള്ള പര്യായം അവിടെ കിടക്കുന്നത് കൊണ്ട് വിവേകരഹിതമായി പെരുമാറാൻ പലപ്പോഴും അവസരങ്ങൾ കൊണ്ട് സ്ത്രീക്ക് വേണ്ടി വരുമെങ്കിലും ചില സന്ദർഭങ്ങളിൽ ആ സ്ത്രീ ബുദ്ധി വളരെ ഉചിതമായി പ്രവർത്തിക്കാറുണ്ടെന്നുള്ളതാണ്. ഇന്നത്തെ സ്ത്രീകളുടെ കാര്യമൊന്നും അല്ല കേട്ടോ ഈ പറയുന്നത്. പണ്ടുള്ള സ്ത്രീകളുടെ സ്വഭാവത്തിൽ വരുന്നതാണ് ഇതെല്ലാം. കാരണം ലോകപരിചയം അത്രത്തോളമേ അവർക്ക് അന്നുണ്ടായിരുന്നുള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട്. എന്നാൽ യാജ്ഞവൽക്യൻ്റെ എല്ലാം കാലത്ത് അങ്ങനെയല്ല. യാജ്ഞവൽക്യൻ്റെ തൈത്തിരീയോപനിഷത്ത് എഴുതിയ ഈ യാജ്ഞവൽക്യൻ കേട്ടിരിക്കും നിങ്ങളൊരു പക്ഷേ. തൈത്തിരീയോപനിഷത്ത് 10 ഉപനിഷത്ത്, ദശോപനിഷത്തിലുള്ള ഒരു ഉപനിഷത്താണ് തൈത്തിരീയോപനിഷത്ത്. ആ തൈത്തിരീയോപനിഷത്തിൻ്റെ ഓതർ എന്ന് പറയുന്നത് യാജ്ഞവൽക്യനാണ്. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഗാർഗി, മൈത്രേയി 2 പേരാണ്. 2 പേരുണ്ട്. ഈ 2 പേരെ യാജ്ഞവൽക്യനെ വാദപ്രതിവാദത്തിൽ തോൽപ്പിച്ചവരാണ്. അത്ര പാണ്ഡിത്യമുള്ള സ്ത്രീകൾ നമുക്കുണ്ടായിരുന്നു. എങ്കിലും പൊതുവിൽ ആളുകളുടെ ഇടയിൽ ഇങ്ങനൊരു ധാരണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്തായാലും ആ ബുദ്ധി അവിടെ ഉപയോഗിച്ചത് കൊണ്ട് ഈ ആഭരണങ്ങൾ ഈ താഴെ ഇരുന്ന ആളുകൾ സുഗ്രീവനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 2 പേരുമാണ്. അവർ ആ ഗുഹയ്ക്കകത്ത് വളരെ സൂക്ഷിച്ച് വെച്ചു. ഇതാരെങ്കിലും വന്നാൽ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. എന്നാൽ വിറ്റ് കാശാക്കാമെന്നല്ല അവർ വിചാരിച്ച്. ഇത് സൂക്ഷിച്ച് വെച്ചാൽ ഇതിൻ്റെ ഉടമസ്ഥരാരെങ്കിലും വരുമെന്നും അതുവരെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കണമെന്നും ഒരു ആഗ്രഹം തോന്നിയതാണ്. എത്ര സത്യസന്ധമാണ് നിലപാടുകൾ. ഇന്നാണെങ്കിലോ അങ്ങനെ ഉടമസ്ഥരുണ്ടത് കുറച്ച് ദിവസമൊക്കെ നോക്കും, പിന്നീട് നമുക്ക് നമ്മുടെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കും. ഇതാണ് നമ്മുടെ സ്വഭാവം, മനുഷ്യരുടെ സ്വഭാവം അതാണ്. ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല. ഇതുവരെ എടുത്തില്ല, സൂക്ഷിച്ച് വെച്ചു. അപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം അങ്ങയോട് പറയാനുണ്ട് ദശരഥനന്ദന, അത് ഞാനിങ്ങനെ സൂക്ഷിച്ച് വച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ എന്തിനാണ് അമാന്തിക്കുന്നത്, കൊണ്ടുവന്ന് കാണിക്കൂ എന്നെ, എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സുഗ്രീവൻ ഗുഹയിലേക്കകത്തേക്ക് പോയിട്ട് അദ്ദേഹം ഇത് തൻ്റെ പൊതി എടുത്തോട്ട് വന്നു, തുറന്ന് കാണിച്ചു. അപ്പോൾ അങ്കദമുണ്ട്, തോൾവള, അങ്കദം എന്ന് പറയും, തോൾവള ഉള്ള കണ്ടു. അത് കണ്ടിട്ട് ലക്ഷ്മണൻ പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണൻ കൂടെ പറഞ്ഞത് രാമൻ, ലക്ഷ്മണ ഇതൊക്കെ ഒന്ന് നോക്ക്, സീതയുടേതാണോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ലക്ഷ്മണൻ്റെ കൈ കൂടെ ലക്ഷ്മണൻ്റെ അഴിച്ച് തുണിയൊക്കെ അഴിച്ചെടുത്ത് ഇങ്ങനെ നോക്കി. അപ്പോൾ ആദ്യം കണ്ടത് അങ്കദമാണ്, തോൾവളയാണ്. അപ്പോൾ പറഞ്ഞു, പിന്നെ ജ്യേഷ്ഠ ഇത് തോൾവള ആരുടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ താഴെ ഉള്ള അടുത്ത ആഭരണമുണ്ട്, അടുത്ത കാലിൽ ഞാൻ എന്നും നമസ്കരിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന ആ കാൽത്തളയാണ്, പാദസരമാണ്, അത് ദേവിയുടെ തന്നെയാണ്, ബാക്കിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. ഇതെല്ലാം നോക്കിയപ്പോൾ രാമൻ പറഞ്ഞു ഇത് സീതയുടെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ദുഃഖിച്ചു. സീതയെ പ്രാണനാഥ എന്ന് പറഞ്ഞിട്ട് രാമൻ ബോധം കെട്ട് തലയിൽ വീണു. പെട്ടെന്ന് പിന്നെ ശീതളോപചാരങ്ങൾ നടത്തി ആ ബോധക്ഷയത്തിൽ നിന്ന് മാറ്റി അത് സന്തോഷകരമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വളരെ പണിപ്പെട്ടു. കാരണം ലക്ഷ്മണൻ പറഞ്ഞു, അങ്ങ് പരമാത്മാവാണ്, അങ്ങയ്ക്ക് എല്ലാം അറിയാവുന്നതാണ്, ഇതൊക്കെ സംഭവിക്കുന്നുള്ളത് അങ്ങയ്ക്ക് അറിയാവുന്നതാണ്, പിന്നെ എന്തിനാണ് അങ്ങ് ദുഃഖിക്കുന്നതെന്നാണ് രാമൻ്റെ ചെവിയിൽ ഈ ലക്ഷ്മണൻ പറയുന്നത്. അപ്പോൾ അതൊക്കെ കേട്ട് ആശ്വസിച്ച് ദുഃഖം കുറേയൊക്കെ കളഞ്ഞ് സ്ഥിരചിത്തനായിട്ട് മാറി രാമൻ. എന്നിട്ടാണ് ഈ സീതയെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള കാര്യങ്ങളിൽ സുഗ്രീവനോട് അന്വേഷിക്കുന്നത്. ആ സുഗ്രീവൻ പറഞ്ഞു, എനിക്കും രാവണനെ അറിഞ്ഞുകൂടാ, ഇങ്ങനെ ഒരു രാക്ഷസനെ ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു സ്ത്രീയെയും പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു, അത് നമുക്ക് കണ്ടുപിടിക്കാം, അതിനുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ അവിടുന്ന് എനിക്കൊരു കാര്യം, സഖ്യം ഉണ്ടല്ലോ, ജ്യേഷ്ഠൻ്റെ പീഡകൾ ഉണ്ടാവാതെ എന്നെ രക്ഷിക്കണം. ഒരു തരത്തിലുള്ള പീഡകളും ഉണ്ടാകാൻ പാടില്ല ജ്യേഷ്ഠനിൽ നിന്ന്. അദ്ദേഹം ക്രോധം വന്നു കഴിഞ്ഞാൽ കണ്ണു കാണാത്തവനാണ്, എന്ത് കാര്യവും ചെയ്യും. അവിടെ ധർമ്മമെന്നോ സത്യമെന്നോ അഹിംസയെന്നോ ഒന്നും കാര്യമില്ല. തൻ്റെ പ്രതികാരം മനോഭാവം തോന്നിക്കഴിഞ്ഞാൽ എന്ത് ദുർമാർഗം സ്വീകരിച്ചാലും അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇതും ആളുകൾ അങ്ങനെയാണ്. ഒരാളോട് പിന്നെ എന്തെങ്കിലും ഒരു ശത്രുത തോന്നിയാൽ അയാളെ ഏതെങ്കിലും തന്ത്രം ഉപയോഗിച്ച് നശിപ്പിക്കുക എന്നുള്ളതല്ലേ വിചാരിക്കുന്നത്. എന്നാൽ അയാൾ പോട്ടെ, രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിക്കാറില്ല. ഏതെങ്കിലും കുതന്ത്രങ്ങൾ പ്രയോഗിച്ച് അയാളെ നശിപ്പിച്ചതിന് ശേഷമേ സമാധാനമുള്ളൂ. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു, ഓരോ സംഭവങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. ഈ മനുഷ്യരെ ഇങ്ങനെ അവരെ ഒന്നുമല്ലാതാക്കുന്ന
ആളുകൾ. എത്ര ബുദ്ധി ഉണ്ടായാലും എത്ര കഴിവുകളുണ്ടായാലും അതിനെ എല്ലാം നശിപ്പിച്ച് കളഞ്ഞ് അവരെ ഒന്നുമല്ലാതാക്കി മാറ്റുന്ന ഒരു സമ്പ്രദായം ഈ അധികാരങ്ങൾ കൈവശം വയ്ക്കുന്ന ആളുകൾ ചെയ്തു പോരാറുണ്ടല്ലോ. അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ മനുഷ്യരിലും ഉള്ള കാര്യമായിരിക്കാം ഇത്. എങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. സഖ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ സഖ്യം ഇത് കഴിഞ്ഞു, പിന്നെ സീതയെ അന്വേഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമായി. അതിനുള്ള ശ്രമം ആരംഭിക്കുകയാണ് അവിടെ. കിഷ്കിന്ധകാണ്ഡത്തിൽ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് അത്. അപ്പോൾ അതിന് ആരംഭമായിട്ട് രാമൻ തീരുമാനിക്കുന്നത് ബാലിവധമാണ്. ഇതൊരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു കഥയാണ് ഈ ബാലിവധം എന്ന് പറയുന്നത്. ബാലി ഇന്ദ്രപുത്രനാണ്. സൂര്യപുത്രനായ സുഗ്രീവനും ഇന്ദ്രപുത്രനായ ബാലിയും സഹോദരത്വേന വന്നത് ഒറ്റയാളാണ് അമ്മ എന്നുള്ളതാണ്. അരുണനാണ്, അരുണൻ കേട്ട പുരുഷനാണെന്ന് തോന്നുന്നു, പുരുഷൻ തന്നെയാണ് ഇവരുടെ അമ്മ എന്ന് പറയുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അരുണൻ ഒരു സ്ത്രീവേഷം കെട്ടി, ആ സ്ത്രീവേഷം കെട്ടി അതിൽ മോഹിച്ചു ഇന്ദ്രൻ. അങ്ങനെ മോഹിച്ചു. അതീവ സുന്ദരിയായിരുന്നു. തൻ്റെ ദേവസഭയിലുള്ള ഉർവശി, മേനക, രംഭ, തിലോത്തമമാരെന്ന് പറയുന്ന 4 സുന്ദരിമാരായ സ്ത്രീകൾ നർത്തകിമാരായിട്ടൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ ശചീദേവി ഇന്ദ്രൻ്റെ പത്നിയുമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെക്കാളൊക്കെ അത്യധികം സൗന്ദര്യം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ രൂപമായിട്ടാണ് അരുണൻ വേഷപ്രച്ഛന്നമായി നിന്നത്. അത് കണ്ട് ഇന്ദ്രനെ ഹാലിളകി. അങ്ങനെ ഈ അരുണൻ സ്ത്രീവേഷം കിട്ടിയ അരുണനെ സ്വീകരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് കുട്ടി ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ബാലിയുടെ ജനനം. ഇത് ഒരു ദിവസം, അതിന് കാരണം വേറെയുണ്ട്. ഇത് കെട്ടാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ശീലാവതിയുടെ ഒരു കഥയുണ്ട്. ശീലാവതി ശപിച്ചതാണ്, നാളെ സൂര്യൻ ഉദിക്കാതെ പോകട്ടെ ശപിച്ചു. അതിൻ്റെ ഫലമായിട്ട് സൂര്യൻ ഉദിക്കാതെ വന്നു. അപ്പോൾ ഒരു ദിവസം ഒരു റെസ്റ്റ് കിട്ടിയല്ലോ അരുണന്. എന്നാൽ പിന്നെ അവിടെ ഇവിടെ സഞ്ചരിച്ച കൂട്ടത്തിലാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ എന്താടാ നീ എവിടെ പോയി എന്ന് സൂര്യൻ ചോദിച്ചു. എനിക്ക് പോകാനുള്ള സമയമായിട്ടും നീ എന്താ തേര് കളിക്കാൻ വരാത്തത്? സൂര്യൻ്റെ തേരാളിയാണ് ഈ അരുണൻ, എന്താ വരാത്തതെന്ന് അന്വേഷിച്ചപ്പോൾ ഉള്ള സംഭവമൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞു. എന്നാൽ ആരും എന്നെ കൂടെ ഒന്ന് കാണിക്കടേ എന്നായി. അങ്ങനെ അരുണൻ തൻ്റെ സ്ത്രീവേഷം സൂര്യനെ കൂടെ കാണിച്ചു. അങ്ങേരും ഇതുപോലെ വികാരതരളിതനായി ഈ അരുണനെ പ്രാപിക്കുകയും ഒരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് സുഗ്രീവൻ. അപ്പോൾ ഇവർ രണ്ടുപേരുടെ അമ്മ ഒരാളായതുകൊണ്ടാണ് ബാലി സുഗ്രീവന്മാർ സഹോദരന്മാരായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ ഈ ബാലിയെ ഇങ്ങനെയുള്ള അധർമ്മ രീതികളിൽ ജീവിക്കാൻ വിട്ടാൽ പോരാ. സുഗ്രീവനും ധർമാത്മകമായി ജീവിച്ചു പോകുന്ന ആളാണ്. മാത്രമല്ല ഈ സാമ്രാജ്യം പിടിച്ചു പറിച്ചത് പോരാതെ അർദ്ധരാജ്യത്തിൻ്റെ അവകാശം വൃക്ഷരാജസിൻ്റെയാണ് രാജ്യമെങ്കിലും പകുതി സുഗ്രീവനും പകുതി ബാലിക്ക് അവകാശപ്പെട്ടതാണെങ്കിലും ഈ രണ്ടുപേരും കൂടെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ടും ബാലി അതിൻ്റെ നേതാവായി ഭരിക്കുന്നത് കൊണ്ടും സുഗ്രീവൻ വലിയ ശക്തിശാലി അല്ലാത്തത് കൊണ്ടും അതങ്ങനെയാണ് നിൽക്കുകയായിരുന്നു. അത് മാത്രമല്ല ഇയാളുടെ ഭാര്യയായ താരയെ ബാലി ബലാത്കാരത്തോടെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് പിന്നെ ഇയാൾക്ക് സുഗ്രീവന് വേറൊരു ഭാര്യയുണ്ട്, രൂപ എന്ന് പറഞ്ഞൊരു സ്ത്രീയെ കൂടെ ഇയാൾ കല്യാണം കഴിക്കുകയും ചെയ്തു. എങ്കിൽ യഥാർത്ഥത്തിൽ താര എന്ന് പറയുന്നത് ഭാര്യയുടെ ഭാര്യ അല്ല, സുഗ്രീവൻ്റെ ഭാര്യ. അവിടെ ഇത്തരം സ്ത്രീകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയം ചെയ്യുന്നതിന് വലിയ സാമൂഹിക പ്രതിബദ്ധതയൊന്നും ആവശ്യമില്ല. അങ്ങനെ പതിവ്രത തോന്നുന്ന ഒരു പുരുഷൻ്റെ കൂടെ കഴിച്ച സ്ത്രീക്ക് വേറൊരു പുരുഷൻ്റെ കൂടെ കഴിച്ചുകൂടായികയില്ല എന്ന് വിചാരിക്കുന്ന ഒരു സാമൂഹ്യ ക്രമമാണ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട് അതേക്കുറിച്ച് പറയാനായിട്ട്. നമുക്ക് കാലികമായി സാമൂഹ്യ ക്രമങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്. ഈ പാശ്ചാത്യ സംസ്കൃതി ഭാരതീയ സംസ്കൃതിയെ മുഴുവൻ തിന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഭാരതത്തിൻ്റെ സംസ്കൃതിയെ തിന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുക എല്ലാ നിലയിലും. അത് അറിയണമെങ്കിൽ ഇപ്പം IT മേഖലയിൽ ഈ ഹെഡായിട്ട് ലീഡായിട്ട് വരുന്ന ഉദ്യോഗസ്ഥന്മാരെ പോലും താഴെയുള്ള അങ്ങോട്ട് ജൂനിയറായിട്ടുള്ള ആളുകൾ പേരാ വിളിക്കുന്നത്. അവിടെ ഈ റെസ്പെക്റ്റ് ഒന്നുമില്ല, സെൽഫ് റെസ്പെക്റ്റ് എന്ന സമ്പ്രദായമില്ല, ഈ പ്രതിപക്ഷ ബഹുമാനമില്ല, സ്വയം തന്നെ ഒരു ബഹുമാനമില്ല. പിന്നെ എങ്ങനെ അന്യരോട് ബഹുമാനം വരുന്നത്? അങ്ങനെ ഒരു കാര്യമില്ല. അവനെ തന്നെ അല്പം ബഹുമാനിച്ചാൽ മാത്രമേ മറ്റുള്ളവരെയും ബഹുമാനിക്കാൻ തോന്നൂ. ഇത് അങ്ങനെയൊന്നുമില്ല. ഇത്തരം ഈ പെരുമാറ്റങ്ങളുടെ ഈ ബിഹേവിയർ എന്ന് പറയുന്നത് ഈ മറ്റ് രാജ്യങ്ങളിലെ ജനങ്ങൾ ജീവിച്ചു വന്ന രീതിയെ നമ്മൾ അവലംബിക്കുകയാണ്. അവരുടെ വേഷം, അവരുടെ ഭാഷ, അവരുടെ സാമൂഹ്യ ക്രമങ്ങൾ, അവരുടെ സംസ്കാര രീതികൾ ഒക്കെ നമ്മൾ സ്വീകരിച്ചിട്ട് അതാണ് പകിട്ടെന്ന് വിചാരിച്ച്, അതാണ് അന്തസ്സെന്ന് വിചാരിച്ചാണ് നമ്മൾ നടക്കുന്നത്. എന്നാൽ അത്യാവശ്യം വേണ്ടത് സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല താനും. പക്ഷേ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം നമ്മൾ വൈദേശികമായ കാര്യമായി സ്വീകരിച്ചു കൊണ്ട് നടക്കുകയാണ്. ഇതുകൊണ്ട് നഷ്ടപ്പെടുന്നത് ശരിക്കും നമ്മുടെ അസ്തിത്വമാണ് ഇല്ലാതാകുന്നത്.
നമ്മുടെ സംസ്കാരമാണ് ഇല്ലാതാവുന്നത്. അപ്പോൾ ആ സംസ്കാരം എങ്ങനെ നഷ്ടപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു വിചാരക്ലേശങ്ങളുമില്ല. തോന്നിയതുപോലെ അങ്ങ് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഭക്ഷണക്രമങ്ങളും അങ്ങനെ. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ശരി, ഈ സുഗ്രീവൻ ധർമാത്മകമായി ജീവിച്ചു പോകുന്നു. ആ സുഗ്രീവനെ രക്ഷിക്കാൻ തനിക്ക് ബാധ്യതയുണ്ട്. ഈ കിഷ്കിന്ധ അടക്കമുള്ള സാമ്രാജ്യം കൂടി തൻ്റേതാണ്. ഈ ഭൂതലം മുഴുവൻ ഈ രാമൻ എന്ന ചക്രവർത്തിയുടെ വകയാണെന്ന് ഈശ്വരനാണെങ്കിൽ അങ്ങനെയാണെന്നാണല്ലോ വയ്പ്. ഈ ശക്തിയും ധർമ്മവും നൈപുണ്യവും വികസിപ്പിച്ചെടുത്ത് സുശിക്ഷിതമായ സുഭദ്രമായ ഒരു സാമൂഹ്യ ക്രമം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്, വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇത്തരം സാമൂഹ്യ പരിഷ്കർത്താക്കന്മാരായി വരുന്ന ഐശ്വര സത്തകളിൽ നിന്ന് വരുന്ന ആഹ്വാനങ്ങളും അവരിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാം. അതുകൊണ്ടാണ് അവരെയെല്ലാം നമ്മൾ പ്രാർത്ഥിക്കേണ്ടി വരുന്നത്. ആളുകളെ സുഖത്തിലേക്ക് നയിക്കുക. ലോക സമസ്ത സുഖിനോ ഭവതു എന്ന് പറയുമല്ലോ. എല്ലാ ആളുകളും സുഖത്തിനായിക്കൊണ്ട് ഭവിക്കട്ടെ എന്നാണ്. ഇതൊരു വിശ്വതമായ സങ്കല്പമാണ് നമ്മുടെ ഈ ഭാരതീയ സങ്കല്പത്തിൽ. സമസ്ത ലോകങ്ങളും എല്ലാ ജീവജാലങ്ങളും സുഖത്തിനായിക്കൊണ്ട് തന്നെ ഭവിക്കട്ടെ, ദുഃഖിക്കണം എന്നല്ല, സുഖം ഉണ്ടാവട്ടെ. ഇതൊരു മതത്തിൻ്റെയും വകയല്ല ഈ ആഹ്വാനം. ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു എന്ന് പറയുന്നതിന് യാതൊരു മതവുമില്ല. നീ നന്നായിരിക്കട്ടെ, നിനക്ക് സന്തോഷം ഉണ്ടാകട്ടെ, നിനക്ക് ദുഃഖം ഉണ്ടാകാതിരിക്കട്ടെ, നിനക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകട്ടെ എന്നെല്ലാം പറയുന്നതിന് മതമുണ്ടോ? ഇത്തരം മെസ്സേജുകൾ അനുഗ്രഹമായിട്ടും ആശസ്സുകളായിട്ടും ആഗ്രഹങ്ങളായിട്ടും നമ്മൾ പറയുന്ന ഇത്രയും കാര്യങ്ങൾക്ക് എവിടെയാണ് മതം? ഇതിനൊന്നും മതമില്ല. എന്തായാലും ഇങ്ങനെ വിരക്തനായി ജീവിതം എനിക്ക് വഴിമുട്ട് നിൽക്കുകയാണ് എന്നൊക്കെ സുഗ്രീവൻ ഇങ്ങനെ രാമനോട് പറഞ്ഞപ്പോൾ വിരക്തനായി സംസാരിക്കുന്ന സുഗ്രീവനോട് ശ്രീരാമൻ തല്ലൊരു മന്ദഹാസത്തോടെ പറഞ്ഞു, സ്നേഹിത, അങ്ങ് പറഞ്ഞതൊക്കെ സത്യമാണ്. എനിക്ക് ഒരപവാദം ഉണ്ടാകാനും കൂടി സാധ്യതയുള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതായത് ബാലിയെ കൊല്ലുന്നത് ഒരു അപവാദമായി വരുമല്ലോ, സാധ്യതയുണ്ട്. രാമൻ സുഗ്രീവനുമായി സഖ്യം ചെയ്തിട്ട് അദ്ദേഹത്തിന് എന്ത് ഉപകാരമാണ് ചെയ്തത് എന്ന് ജനങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് തിരിച്ചു പറയാനൊന്നുമില്ലാതെ പോവില്ലേ? അതുകൊണ്ട് അങ്ങ് വേഗം തന്നെ ബാലിയെ യുദ്ധത്തിന് വിളിക്കൂ, ബാലിയുമായി യുദ്ധത്തിൽ ഏർപ്പെടും എന്ന് പറഞ്ഞു. ഒരു ശരം കൊണ്ട് ഞാൻ ബാലിയെ കൊന്ന് അങ്ങയെ കിഷ്കിന്ധയെ രാജാവാക്കി വാഴിക്കുക തന്നെ ചെയ്യും. ഇത് കേട്ട് സുഗ്രീവൻ സന്തോഷിച്ച്, പിന്നിലൊരു വലിയ ശക്തി ഉണ്ടല്ലോ, ദുർബല രാജ്യങ്ങൾക്ക് സമ്പന്ന രാജ്യങ്ങളും വികസന രാജ്യങ്ങളും ആയുധങ്ങളും ഭക്ഷണങ്ങളും മരുന്നുകളും മറ്റ് സമ്പത്തുകളും എല്ലാം ഇങ്ങനെ കൊടുക്കുമല്ലോ. അതൊരു സ്ഥിരമായുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ടതില്ല. സുഗ്രീവൻ സന്തോഷത്തോടെ കിഷ്കിന്ധയുടെ ഗോപുരദ്വാരത്തിൽ ചെന്ന് ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. സുഗ്രീവൻ അട്ടഹസിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഈ അട്ടഹസിച്ച് പറഞ്ഞ സുഗ്രീവനെ കണ്ടിട്ട് ബാലി യുദ്ധത്തിന് ഇറങ്ങി വന്നു, വളരെ കോപിഷ്ഠനായിട്ട് ഇറങ്ങി വന്നു. സുഗ്രീവൻ മുട്ടി ചുരുട്ടി ബാലിയുടെ മാറിൽ ഒരു ഒറ്റ ഇടി വെച്ചു കൊടുത്തു. ആദ്യം ജ്യേഷ്ഠനെ അനുജനെ ഉപദ്രവിക്കുകയാണ്. ഇതെങ്ങനെ ഇവനിങ്ങനെ ധൈര്യം വന്നു എന്ന് ആ ബാലി അന്തിച്ചു പോയി. ഇതുവരെ ഭീരുവായിട്ടിരുന്നവൻ, ദുർബലനായിരുന്നവൻ, അവൻ്റെ പേരിൽ ഏതോ ഒരു ശക്തിയുണ്ട് തീർച്ചയാണ്. എന്തായാലും മാറിൽ ആഞ്ഞൊരു ഇടി കിട്ടി. ആ അത്യന്ത കോപത്തോടെ അവർ പരസ്പരം യുദ്ധം ചെയ്തു. അകലെ നിന്ന് നോക്കിയ രാമന് ബാലി ഏതാ സുഗ്രീവനാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. രണ്ടും ഏകദേശം ഒരുപോലിരിക്കുക. ഇത് ബാലിയെ വധിക്കുന്ന എങ്ങനെ? ഒരുപക്ഷെ അമ്പ് തെറ്റി സുഗ്രീവൻ്റെ നിറക്കെ എന്ന് കൊണ്ടാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് രാമൻ ശരം പ്രയോഗിച്ചില്ല. ബാലിയോട് സുഗ്രീവൻ തോറ്റുപോയി. അതാ പറ്റിയത്. ഇടിച്ച് ശരിപ്പെടുത്തി കളഞ്ഞു ബാലി സുഗ്രീവനെ. അങ്ങനെ തോറ്റ് തുന്നം പാടിയാണ് സുഗ്രീവൻ നിർശമൂഖ പർവ്വതത്തിൽ വന്നു. വളരെ സങ്കടത്തോടെ സുഗ്രീവൻ രാമനോട് പറഞ്ഞു, എന്തൊരു പണിയാണ് കാണിച്ചത്, എനിക്ക് ഒരുപാട് ഇടിയൊക്കെ കൊണ്ടു, ജ്യേഷ്ഠൻ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ, ഞാൻ എങ്ങനെ ഓടിപ്പോരുകയായിരുന്നു എന്ന്. രാമ, അങ്ങ് എന്തിനാണ് എന്നെ ഇങ്ങനെ ശത്രുവായ ബാലിയെ കൊണ്ട് കൊല്ലിക്കുന്നത്? വേണമെങ്കിൽ അങ്ങ് തന്നെ എന്നെ കൊന്നോളൂ, ബാലിയെ കൊല്ലാമെന്ന് അങ്ങ് എന്നോട് സത്യം ചെയ്തതല്ലേ? അങ്ങ് സത്യം പാലിക്കുന്നതിനാണെന്ന് ഞാൻ വിശ്വസിച്ച് പോയല്ലോ. അങ്ങ് എന്നോട് വാത്സല്യം തീരെയില്ലേ? ഇങ്ങനെ ഒരുപാട് പരിഭവം രാമനോട് കണ്ണി ഒലിപ്പിച്ചുകൊണ്ട് സുഗ്രീവൻ പറഞ്ഞു. ഉടനെ രാമൻ ഇരുന്നടന്ന് എഴുന്നേറ്റ് വന്ന് സുഗ്രീവനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, സ്നേഹിത, എനിക്ക് പറ്റിയ അബദ്ധം, പിന്നെ എനിക്ക് ക്ഷന്തവ്യമായ കാര്യമാണ്, നിനക്ക് ക്ഷമിക്കാവുന്നൊരു കാര്യമാണ്. കാരണം നിങ്ങൾ രണ്ടുപേരെയും നോക്കിയപ്പോൾ രണ്ടും ഒരു കൊല്ലിക, ഞാൻ ആരെ അമ്പയിക്കൂടെ?
ആരുടെ നേർക്ക് ഞാൻ അമ്പയക്കും? നിന്റെ ദേഹത്താ ഉള്ളതെങ്കിൽ നീയല്ലേ മരിച്ചു പോകുന്നേ, അത് ഞാൻ എങ്ങനെ അറിയും? അതുകൊണ്ട് ഇനി തിരിച്ചറിയാനുള്ള എന്തെങ്കിലും ഒരു മാർഗം വേണം, എന്തെങ്കിലും അടയാളം വേണം. അതുകൊണ്ട് നീ വേഗം ഒന്നുകൂടെ പോരിനെ വിളിക്കുക. ബാലിയെ പോയി. ബാലി ഉടനെ മരിച്ചു വീഴുന്നത് അങ്ങേക്ക് കാണാം. രാമനായ ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു, എല്ലാവർക്കും പിന്നെ ഈ ലോകത്തിന് വേണ്ടി മുഴുവനാണ് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നത്, ഒരാൾക്ക് വേണ്ടിയല്ല. കാരണം അധർമ്മം എവിടെയുണ്ടോ അധർമ്മത്തെ നശിപ്പിക്കുക വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതിപ്പോൾ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ പോരിനെ വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് ഉടനെ ലക്ഷ്മണൻ അറിയാൻ സംഗതി എന്തെങ്കിലും ചെയ്യണമെന്ന് ലക്ഷ്മണൻ അവിടുന്ന് ഒരു മാല കെട്ടിക്കൊണ്ടുവന്ന് ആ മാല ഈ സുഗ്രീവൻ്റെ കഴുത്തിലിട്ട് കൊടുത്തു. അപ്പോൾ എന്നിട്ട് യുദ്ധത്തിനായിട്ട് വിളിക്കും. അപ്പോൾ ഒന്നുകൂടെ ഇയാൾ യുദ്ധത്തിന് വരണമെങ്കിൽ ബാക്കിൽ എന്തെങ്കിലും നല്ലൊരു ശക്തി ഉണ്ടാകുമല്ലോ എന്ന് ന്യായമായും വിചാരിക്കാം. പക്ഷേ കോപം കൊണ്ട് കണ്ണ് കാണാതായിപ്പോയ, വിവേകമില്ലാതായിപ്പോയ, ദേഷ്യം വന്നാൽ അങ്ങനെയാണ്, കോപം വന്നാൽ വിവേകം പോകുമല്ലോ. എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്നറിയാതെ നമ്മൾ എന്തൊക്കെ വിളിച്ച് പറയും, തോന്നുന്നതൊക്കെ ചെയ്യുകയും ചെയ്യും. ആ കോപത്തിൻ്റെ ഒരു ഏറ്റവും വലിയ കാര്യം, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്ന കോപമാണ്. ഈ കോപത്തിൻ്റെ നേരെ വിപരീതമാണ് ഈ താപം എന്ന് പറയുന്നത്. കോപത്തിൽ നിന്നാണ്, കോപം തണുത്ത് വരുമ്പോഴാണ് താപമായി മാറുന്നത്. കോപം വേണ്ടവണ്ണം വിജയിച്ചാലും ഇല്ലെങ്കിലും അത് താപത്തിന് വഴിപ്പെടുമെന്നാണ് കണക്ക്. അപ്പോൾ എന്തായാലും ശരി, അങ്ങനെ ബാലി പിന്നെ യുദ്ധത്തിന് പോകാൻ തുടങ്ങിയപ്പോൾ ഭാര്യയായ താര, സുഗ്രീവൻ്റെ ഭാര്യ ആയിരുന്നെങ്കിലും ഇപ്പോൾ ബാലിയുടെ ഭാര്യയാണ്. അതുകൊണ്ട് ബാലിയെ ഭർത്താവായിട്ട് തന്നെ സ്വീകരിച്ച് തന്നെയാണ് അവർ കഴിയുന്നത്. അപ്പോൾ താര ബാലിയോട് ചില ഉപദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ താരോപദേശം എന്നുള്ള ഭാഗമാണ് നമുക്കൊന്ന് വായിച്ചു നോക്കിയിട്ട് നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. താരോപദേശമാണ്. താരോപദേശം. ഈ താര ഉപദേശമൊക്കെ നടത്തി സുഗ്രീവൻ്റെ പിന്നിൽ എന്താരെങ്കിലും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും ഈ പെൺവാക്ക് കേൾക്കുക എന്നത് ഉള്ളത് ഏതാണ്ട് ആക്ഷേപമായിട്ടാണ് കരുതുന്നത് എനിക്കെല്ലാവരും. ബാലിയും അതുപോലെ പറഞ്ഞു, പ്രിയ നീ ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഒരു കുഴപ്പമില്ല, ആരായാലും എന്താ, എൻ്റെ അത്രയും ശക്തിയുള്ളവരാരുമില്ല, എനിക്ക് ദശാനനായ രാവണനെ പോലും തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് ലോകം മൊത്തം ഞാൻ അടിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, അങ്ങനെയുള്ള എൻ്റെ അടുക്കൽ യവന്മാർക്ക് ഒന്നുമല്ല, അതുകൊണ്ട് നീ സമാധാനം ഇരിക്കുക, നീ യാതൊരു തരത്തിൽ എനിക്ക് ഒരു കുഴപ്പവും വരില്ല എന്നൊക്കെ താരയോട് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് നേരെ പോകുന്നത്. അങ്ങനെ പോയി എങ്കിലും ആ യുദ്ധം കൊടുമ്പിരി കൊണ്ടു. പല പ്രാവശ്യം സുഗ്രീവൻ തോൽക്കുമെന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. എന്നിട്ട് രാമൻ ഒരു മരത്തിന് മറിഞ്ഞു നിന്ന് അമ്പയക്കുക ചെയ്തു. ആ അമ്പ് നേരെ ചെന്ന് ഇയാളുടെ മാറിൽ തന്നെ കൊണ്ടു, തുളഞ്ഞു കയറി അമ്പ്. വില്ലും അമ്പും ഗദയും ശൂലവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ഫലപ്പെട്ടില്ല. സർവ്വ ആയുധങ്ങളും പ്രയോഗിച്ചു ബാലിയെങ്കിലും ഈ അമ്പിൻ്റെ മുമ്പിൽ, രാമശരത്തിൻ്റെ, രാമസായകത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. അപ്പോൾ അവിടെ കിടന്നുകൊണ്ട് ബാലി പറയുന്നുണ്ട്, രാമ, എൻ്റെ നേരെ ശരം തൊടുക്കാൻ ഞാൻ അങ്ങേക്ക് എന്ത് തെറ്റാണ് ചെയ്തത്? ഇതാണ് ചോദ്യം. ഇത് വലിയ ചോദ്യം. ബാലിയുടെ ഈ ചോദ്യമാണ് രാമൻ്റെ നേർക്ക് ഇന്നും രാമൻ്റെ നേർക്ക് ചെന്ന് തറഞ്ഞുകൊണ്ടിരിക്കുന്ന അസ്ത്രം. രാമൻ്റെ യുക്തിബോധത്തെയോ ധർമ്മബോധത്തെയോ സ്വഭാവമഹിമയെയോ നമുക്ക് നീതീകരിക്കാൻ കഴിയാത്ത ഭാവത്തിൽ ഈ ശരമാണ് രാമൻ്റെ നെഞ്ചിൽ തറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും വിമർശകന്മാരെല്ലാം ഇത് പറയുന്നുണ്ട്. ബാലി ചോദ്യം പറഞ്ഞെന്താ? രാമ, എൻ്റെ നേരെ ശരം പ്രയോഗിക്കത്തക്ക വിധത്തിൽ ഞാൻ അങ്ങക്ക് എന്ത് തെറ്റാണ് ചെയ്തത്? എപ്പോഴെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ ഞാൻ? അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ എൻ്റെ ഭാര്യയെ രാവൺ കട്ടുകൊണ്ടുപോയി ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ പോയി പിടിച്ചുകൊണ്ട് വേണ്ടത് ഞാൻ രാവണനെ പിടിച്ചെൻ്റെ വാലെ കേട്ടിട്ട് എത്ര വർഷം എൻ്റെ വാലെ കിടന്ന ആ രാവണൻ. അങ്ങേക്ക് ഞാൻ പിടിച്ചുകൊണ്ട് വരുമായിരുന്നല്ലോ. അതിനാണോ ദുർബലനായ സുഗ്രീവനുമായി അങ്ങ് സഖ്യം ചെയ്തത്?
അങ്ങ് എന്തിനാ എന്നെ ഇങ്ങനെ കൊന്നത് എന്നാ ചോദിച്ചു. അങ്ങ് ധീരക്ഷത്രിയനാണ്, സൂര്യവംശത്തിൽ പിറന്നവനാണ്, ധർമ്മകാമനയുള്ളവനാണ്, പ്രജകളെ രക്ഷിക്കുന്നവനാണ്, സർവേശ്വരനാണ്, എല്ലാ നിലയിലും സ്വീകാര്യനാണ്, ആർദ്രമായ കാരുണ്യമായ സ്വഭാവമുള്ളവനാണ്, അതായത് കൃപാവിലോലമായ സ്വഭാവമുള്ളവനാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങ് എന്തിനാണ് ഇത് ചെയ്തത്? അങ്ങയ്ക്ക് ദുഷ്കൃതി ഒരു ദുര്യശസ് ഉണ്ടാവില്ലേ? ഇതിൻ്റെ പേരിൽ കേവലം ഒരു വാനരനായ ബാലിയെ ഒളിഞ്ഞു നിന്ന് അമ്പയച്ചു കൊന്നു എന്നുള്ള ദുഷ്കീർത്തി അങ്ങയ്ക്ക് ഉണ്ടാവില്ലേ? എങ്ങനെ അങ്ങത് മാറ്റിയെടുക്കും? അതെങ്കിലും അങ്ങ് ആലോചിക്കേണ്ടിയിരുന്നില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരു പ്രലപനമായിട്ട്, ഒരു നിലവിളിയായിട്ട് ഇങ്ങനെ പറഞ്ഞു. ആ ബാലിയോട് ശ്രീരാമൻ മറുപടി പറഞ്ഞു, ഞാൻ ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ ഉത്തരമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് വില്ലും ധരിച്ച് സഞ്ചരിക്കുന്നത്. അയോധ്യയിൽ മാത്രമല്ല, വനത്തിലും എവിടെയെല്ലാം അധർമ്മമുണ്ടോ അവിടെല്ലാം അധർമ്മത്തെ മാറ്റി ധർമ്മം സ്ഥാപിക്കുക. അതാണ് എൻ്റെ ജന്മദൗത്യം, മിഷൻ ഓഫ് ലൈഫ്. അതാണ് ആ ദൗത്യം. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എനിക്കത് പ്രശ്നമല്ല എന്നുള്ള സൂചനയാണ് രാമൻ കൊടുക്കുന്നത്. മകൾ, സഹോദരി, സഹോദരൻ്റെ ഭാര്യ, മകൻ്റെ പത്നി, ഇവരിൽ ആരെയെങ്കിലും സ്വീകരിക്കുന്നവൻ പാപിയാണ്. നമ്മുടെ സദാചാര ബോധം, ആ സദാചാര ബോധത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഇവ എന്ന് രാമൻ പറയുകയാണ്. പക്ഷേ വനരാജ്യമായ ഈ കിഷ്കിന്ധയിൽ അതിന് പ്രാബല്യമുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. രാമൻ പറയുന്നത് ഭൂമിയിൽ എവിടെയും ഇതിന് പ്രാബല്യമുണ്ടെന്നാണ്. എന്തൊക്കെയാണത്? സഹോദരൻ മകളെ സ്വീകരിക്കുക, സഹോദരിയെ സ്വീകരിക്കുക, സഹോദരൻ്റെ ഭാര്യയെ സ്വീകരിക്കുക, മകൻ്റെ പത്നിയെ സ്വീകരിക്കുക. ഇവരിൽ ആരെയെങ്കിലും സ്വീകരിക്കുന്നവൻ മഹാപാപിയാണ്. രാജാക്കന്മാർക്ക് കൊല്ലാനുള്ള ആ തെറ്റുകളാണ് ഇതെല്ലാം. ഇത് ചെയ്തവനെ കൊല്ലാനുള്ള അധികാരം രാജാവിനുണ്ട്. കാരണം അത്രത്തോളം വലിയ തെറ്റാണ്. ആ തെറ്റിനാണ് ധാർമ്മികനായ ഞാൻ അങ്ങയെ ശിക്ഷിച്ചത്. അങ്ങ് വെറും വായന ബുദ്ധിയോട് കൂടിയവനാണ്. അതാണ് സ്വന്തം സഞ്ചാരം കൊണ്ട് ലോകത്തെ പവിത്രീകരിക്കുന്ന മഹാത്മാക്കളെ തിരിച്ചറിയാൻ കഴിയാത്തത്. അവരോട് അധികമായി സംസാരിക്കരുത്. അങ്ങനെ ഇയാൾ കൂടുതൽ ധർമ്മമായിട്ട് സംസാരിക്കരുതെന്നാണ്. രാമൻ്റെ ഈ ഉത്തരവും അത്ര പ്രബലമായ ഒരു ഉത്തരമാണ് എന്ന് തോന്നുന്നില്ല. ബാല്യവാക്യത്തിന് ബദലായിട്ട് നിൽക്കുന്ന ഒരു മറുപടിയാണ് രാമൻ പറയുന്നത് എന്ന് തോന്നുന്നില്ല. കാരണം എന്താണ്? ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയേണ്ടത്. നമുക്ക് വായിക്കാം. ഒന്ന്, ഈ സഹോദരൻ്റെ പത്നിയെ സ്വീകരിച്ചു. സഹോദരനെ കൊല്ലാൻ ചെന്നു. മുമ്പ് ഉള്ള ജീവിതത്തിൽ ഒരുപാട് അധർമ്മങ്ങൾ ചെയ്തു. ശക്തിയൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചാൽ അത് അധർമ്മം ചെയ്യാനുള്ള അല്ല. ജന്മപരമായി പവിത്രതയുണ്ട് ബാലിക്ക്, അത് ശരിയാണ്. ദേവാംശജാതനാണ് ബാലി. പക്ഷേ ആ ദേവാംശജാതനാണെങ്കിലും അധർമ്മം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അനുചിതമായ പ്രവൃത്തികൾ ചെയ്യുന്നതിൻ്റെ ശിക്ഷ എവിടെ നിന്നെങ്കിലും ഏറ്റുവാങ്ങിയേ മതിയാവൂ. ആ ശിക്ഷയാണ് ഞാൻ നൽകുന്നത് എന്ന് രാമൻ പറഞ്ഞാൽ, അങ്ങനെ രാമൻ പറഞ്ഞാൽ അത് എത്രത്തോളം നമുക്ക് സ്വീകാര്യമാണ്. ഈശ്വരകൃതമായ വാചകമാണ് നമ്മൾ കണക്കാക്കി എന്ന് നമുക്ക് പറഞ്ഞാൽ പോലും രാമനിലെ മനുഷ്യൻ എന്നുള്ള അഹം മാനുഷം മന്യ എന്ന് പറഞ്ഞു, ഞാൻ മനുഷ്യനാണെന്ന് വിചാരിക്കുന്നു എന്നാണ്. ദശരഥൻ്റെ പുത്രനായ ഞാൻ മനുഷ്യനാണെന്നാണ് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ബാലി ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആ വേണ്ടവണ്ണമുള്ള യുക്തിഭദ്രമായ ധർമ്മബോധം പുലർത്താതെയാണ് ഇന്നുവരെയും ജീവിച്ചിട്ടുള്ളത്. വാനര സാമ്രാജ്യത്തിൻ്റെ നീതിയും നന്മയും അതിൻ്റെ ആധികാരികമായ ധർമ്മബോധവും അതിൻ്റെ രാജ്യഭരണക്രമവും അവരെ സ്വീകരിച്ചു വരുന്ന പൊതുവായ ഒരു ജീവിതശൈലിയും രാമൻ അയോധ്യയിൽ സ്വീകരിച്ചു വന്ന നാഗരികമായ ജീവിതശൈലിയുമായി എത്രത്തോളം പൊരുത്തപ്പെടുന്നതാണ് എന്നുള്ളത് പരിശോധിക്കാനുള്ള സമയം രാമന് കിട്ടിയിട്ടില്ലല്ലോ ഈ വനവാസത്തിൽ. അത് പ്രബലമായ ഒരു കാര്യമാണ്. രാമൻ പരിശോധിച്ചിട്ടല്ല വന്നത്. ആകെ ഒരേ ഒരു കാര്യമുള്ളൂ. നാട്ടുകാർ ചോദിക്കും, എന്താ സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തു, ഇങ്ങനെയുള്ള കാര്യം സാധിച്ചു. പക്ഷേ ആ സുഗ്രീവൻ എന്ന് പറഞ്ഞ വാനരരാജാവിന് നിങ്ങൾ എന്ത് സഹായം ചെയ്തു എന്ന് ചോദിച്ചാൽ രാമന് ഉത്തരം പറയാനില്ല.
അതുകൊണ്ട് ഞാൻ ബാലിയെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമാണോ? ഇങ്ങനെ കുറേ കാര്യങ്ങൾ, സ്ഖലിതങ്ങളുണ്ട്. കുറേയിടങ്ങളിൽ നമ്മളിത് കാണുന്നുണ്ട്. എത്ര തന്നെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അതിനകത്ത് ചെറിയ ചെറിയ പോറലുകൾ വന്നിട്ടുണ്ട് ഈ വ്യക്തിത്വത്തിൽ എന്നുള്ളതാണ്. അതിന് യാതൊരു പരിഹാരവുമില്ല. അത് ജന്മദൗത്യത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അത് പൊറുക്കുകയും സഹിക്കുകയുമേ ചെയ്യാനാവും. അതെന്നും കളങ്കമായിട്ട് കിടക്കും. ചന്ദ്രനിൽ കളങ്കമുള്ളത് ചന്ദ്രൻ്റെ കുറ്റമല്ലല്ലോ എന്ന് പറയുന്നത് പോലെ ഇത്തരം വ്യക്തിജീവിതങ്ങളിൽ ചെറിയ കളങ്കങ്ങൾ സംഭവിക്കാവുന്നതാണ്. ആ സംഭവിക്കുന്നത് കേവല മനുഷ്യനായിരുന്നുകൊണ്ടാണ്. അവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളൊരു വാചകമാണ്. മനുഷ്യനായിരുന്നു കൊണ്ട് തന്നെ മനുഷ്യാതീതത്തെ അഭിമുഖീകരിച്ച ആളാണ് രാമൻ എന്നുള്ള ആ ഒരു വരിക്കകത്ത് ഇതെല്ലാം ഉണ്ട്. അത് വെറുതെ പറഞ്ഞതല്ല ഞാൻ ആ വരി. കേവല മനുഷ്യനായിരുന്നു കൊണ്ട് മനുഷ്യാതീതത്തെ അഭിമുഖീകരിക്കുക എന്ന ഒരു കാര്യമാണ് രാമൻ്റെ ജീവിതത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നത്. അതിനകത്ത് ഈ പറയുന്ന ദൗർബല്യങ്ങളും ഈ പറയുന്ന ന്യൂനതകളും അനവധി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അമ്പേറ്റ് പിടഞ്ഞു വീണ് മരിച്ച് കഴിഞ്ഞ ബാലിയുടെ ശവശരീരത്തിൻ്റെ അടുത്തേക്ക് തൻ്റെ ഭാര്യയായ താര വന്ന് ചേരുകയും ഈ ബാലിയുടെ മഹത്വങ്ങളും രാമൻ്റെ മഹത്വങ്ങളും അന്യോന്യം കൂട്ടിക്കലർത്തിക്കൊണ്ട് താര നിലവിളിക്കുന്നതുമായ ഒരു ഭാഗമാണ് നമുക്കിവിടെ താരോപദേശം എന്ന പേരിൽ ഉള്ളത്. ആ ഭാഗം നമുക്കൊന്ന് കുറച്ചൊന്ന് വായിക്കാം. എന്തിനു ശോകം വൃഥാ തവ കേൾക്ക നീ, ബന്ധമില്ലേതും ഇതിന്നു മനോഹരേ. നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ, ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ. താരയുടെ സങ്കടങ്ങളെല്ലാം കേട്ടതിന് ശേഷമാണ് രാമൻ ഈ ഉപദേശം പറയുന്നത്. പഞ്ചഭൂതാത്മകം ദേഹം ഏറ്റം ജഡം സഞ്ചിതം, ത്വങ്മാംസരക്താസ്ഥി കൊണ്ടെടോ, നിശ്ചേഷ്ടകാഷ്ഠതുല്യം ദേഹം ഓർക്ക നീ നിശ്ചയം. ആത്മാവു ജീവൻ നിരാമയൻ, ഇല്ല ജനനം മരണവുമില്ല കേൾ. അല്ലലുണ്ടാകായിക അതു നിനച്ചേതുമേ, നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ. ദുഃഖവിഷയവുമല്ലതു കേവലം, സ്ത്രീ പുരുഷ ക്ലീബഭേദങ്ങളുമില്ല, താപശീതാദിയുമില്ല എന്നറിക നീ. സർവകൻ ജീവൻ ഏകൻ പരനദ്വയൻ അവ്യയൻ ആകാശതുല്യൻ അലേപകൻ, ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമൂർത്ത്. എന്തു ദുഃഖത്തിനു കാരണം? രാമവാക്യാമൃതം കേട്ടോരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും. നിശ്ചേഷ്ടകാഷ്ഠതുല്യം ദേഹം ആയതും സച്ചിദാത്മാ നിത്യമായതു ജീവനും. നിശ്ചേഷ്ടകാഷ്ഠതുല്യം ദേഹമായതും സച്ചിദാത്മാ നിത്യമായതു ജീവനും. ദുഃഖസുഖാദി സംബന്ധമാർക്ക് എന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം. ദയാനിധി എന്നതു കേട്ട് അരുൾ ചെയ്തു രഘുവരൻ, ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ. യാതൊരളവു ദേഹേന്ദ്രിയ അഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും, അവിവേക കാരണാൽ നിർണയം. ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്ക താനേ വിനിവർത്തിക്കയില്ലടോ. നാനാ വിഷയങ്ങളെ ധ്യായമാനനം മാനവൻ എങ്ങനെയെന്നതും കേൾക്ക നീ. മിഥ്യാഗമം നിജസ്വപ്നേ യഥാ തഥാ, സത്യമായുള്ളത് കേട്ടാലുമെങ്കിലോ. നൂനം അനാദ്യ വിദ്യാബന്ധഹേതുന താനാം അഹങ്കൃതിക്ക് ആശുതൽക്കാര്യമായി സംസാരമുണ്ടാം അപാർത്ഥകമായതും.
സംസാരമോ രാഗരോഷാദിസങ്കുലം മാനസം സംസാര കാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മനസ്തൽകൃത ബന്ധം ഭവിക്കുന്നു. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണമായി വരും. വസ്തുതയാ പാർക്കിൽ ഇല്ല തദ്രഞ്ജന. ചിത്തെ നിരൂപിച്ചു കാൺക നീ സൂക്ഷ്മമായി. ബുദ്ധി ഇന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിനു സംസാരവും ബലാൽ. ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താൽപര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവിക്ക കൊണ്ട് സംസാരേ വലയുന്നു. ആദൗ മനോഗുണാൻ സൃഷ്ട്വാ തതസ്തദാ വേദം വിധിക്കും. ബഹുവിധ കർമ്മങ്ങൾ ശുക്ല രക്താസിത ഭേദഗതികളായി മിക്കതും തൽസമാന പ്രഭാവങ്ങളായി. ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാൽ എങ്ങും ആഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംഹാരകാലേ ജീവൻ അന്നും അനാദ്യ വിദ്യാവശം പ്രാപിച്ചു തിഷ്ഠതി. അഭിനിവേശത്താൽ പുനരഥ സൃഷ്ടികാലേ പൂർവവാസനയാ സമം ജായതേ ഭൂയോ ഘടീയന്ത്രവത്സദ. മായാബലത്താൽ അതാർക്കൊഴിക്കാമെടോ. യാതൊരിക്കൽ നിജപുണ്യവിശേഷേണ ചേതസി സൽസംഗതി ലഭിച്ചിടുന്നു. മദ്ഭക്തനായ ശാന്താത്മാവിന് പുനരപ്പോൾ അവൻ മദ്വിഷയ ദൃഢം ശ്രദ്ധയുമുണ്ടാം. കഥാശ്രവണേ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതേ. സദ്ഗുരുനാഥ പ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനം ഉണ്ടായി വരും. ദേഹേന്ദ്രിയ മനപ്രാണാദികളിൽ നിന്ന് ആഹന്ത വേറൊന്നു നൂനമാത്മാവിത്. സത്യം ആനന്ദം ഏകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം. യുദ്ധമറിയുമ്പോൾ മുക്തനാം അപ്പോഴേ സത്യം അയോദിതം. യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖം അവനില്ല. നീയും മയാപ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കളകമനോഹരെ കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ. ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ട് രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു. താപമിനി കളഞ്ഞാലും അശേഷം നീ മദ്രൂപം ഈദൃശം ധ്യാനിച്ചു കൊള്ളുകയും മദ്വചനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം. കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യം. ആനന്ദേന കേട്ടോരു താരയും വിസ്മയം പൂണ്ട് വണങ്ങിനാൾ. മോഹമകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ. ആത്മാനുഭൂതി കൊണ്ട് ആശു സന്തുഷ്ടയായി ആത്മബോധേന ജീവൻ മുക്തയായിനാൾ. മോക്ഷപ്രദനായ രാഘവൻ തന്നോട് കാൽക്ഷണം സംഗമമാത്രേണ താരയും ഭക്തി മുഴുത്തിട്ട് അനാദിബന്ധം തീർന്നു. മുക്തയായാൾ ഒരു നാരിയെന്നാകിലും വ്യഗ്രമെല്ലാം അകലെ പോയി തെളിഞ്ഞിതു സുഗ്രീവനും. ഇവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ട് വിജ്ഞാനമോട് അതിസ്വസ്ഥനായാൻ തുലോം. ഇതാണ് അപ്പം ജീവൻ എങ്ങനെയാണെന്നും
ശരീരസ്ഥമായ ജീവിതത്തിന് എങ്ങനെയെല്ലാം വികാരഭേദങ്ങൾ ഉണ്ടാകാമെന്നും ആ വികാരഭേദങ്ങൾ എങ്ങനെ പ്രവൃത്തികളായി വരുമെന്നും ആ പ്രവൃത്തികൾക്ക് എന്ത് ഫലമാണ് ഉണ്ടാവുകയെന്നും ആ ഫലം എങ്ങനെയാണ് മറ്റുള്ളവരെ ബാധിക്കുന്നതെന്നും തന്നെയും ആ ഫലം എങ്ങനെ ആക്കി തീർക്കുമെന്നും ഉള്ള കാര്യങ്ങളാണ് ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം ഈ 3 കാലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യജീവിതം അങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയകളിൽ ദുഃഖസുഖങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. യുക്തിയും അയുക്തിയും, നല്ലതും ചീത്തയും, നന്മയും തിന്മയും, സദ്വാസനയും അസദ്വാസനയും എല്ലാം ഇതിനകത്ത് കലർന്നു വരികയാണ്. വളരെ സങ്കീർണമായ ഒരു അവസ്ഥാവിശേഷമാണ് ആരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സത്യം മാത്രം പറയുക എന്നുള്ളതോ, കള്ളം മാത്രം പറയുക എന്നുള്ളതോ, ചതിവ് മാത്രം പ്രവർത്തിക്കുന്നുള്ളതോ, സത്യം മാത്രം പറയുക എന്നുള്ളതോ എന്ന് മാത്രമായിട്ട് വരുന്നില്ല. എല്ലാം ഇങ്ങനെ അന്യോന്യം മിക്സ്ചറായിട്ട്, സങ്കരമായിട്ട് കിടക്കുകയാണ്. അതെല്ലാം എങ്ങനെയാണ് വരുന്നത്? ജീവൻ്റെ ഓരോ ലീലാവിലാസങ്ങളാണ്. ജീവൻ ശരീരസ്ഥമായിരിക്കുമ്പോൾ, പ്രാണൻ ശരീരസ്ഥമായിരിക്കുമ്പോൾ ആ ശരീരത്തെ കൊണ്ട് ജീവൻ ഓരോ തരത്തിലുള്ള പ്രവൃത്തികളിൽ വ്യാപരിപ്പിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് ശരീരം അതിൻ്റെ ദുഷ്ഫലങ്ങളും സദ്ഫലങ്ങളും വേണ്ടവണ്ണം കാലാകാലങ്ങളിലായി അനുഭവിച്ച് തീർത്തുകൊണ്ടേയിരിക്കും. ഈ ഒരു ശ്രേഷ്ഠമായ സന്ദേശമാണ് രാമൻ താരയ്ക്ക് പങ്കുവയ്ക്കുന്നത്. അതൊരു ബാല്യവധം എന്നുള്ളതല്ല, ആ ബാല്യവധം കൊണ്ട് സംഭവിപ്പിക്കാൻ ഇടയുണ്ടായ കാര്യം എന്താണെന്നുള്ളതാണ്. സാധാരണ സ്ത്രീയിൽ നിന്ന് വ്യത്യസ്തമായി ജീവിതത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാനരനാരിയായ താരയ്ക്ക് ശ്രീരാമൻ കൊടുക്കുന്ന ഈ ഉപദേശസാരം ആരാഞ്ഞറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഈ സൂക്തി സുധാരത്നങ്ങൾ മാതൃകയായി സ്വീകരിക്കുകയും തത്വമായി സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് അർത്ഥം. അങ്ങനെ ആയാൽ നമുക്ക് ദുഃഖങ്ങളുടെ ആധിക്യം ഒഴിയും, ദുർവിചാരങ്ങളുടെ ആധിക്യം ഒഴിയും, തിന്മ കലർന്ന ജീവിതാവസ്ഥകൾ നമുക്ക് ഒഴിയും. അങ്ങനെ ശ്രേഷ്ഠമായ ജീവിതം മുമ്പോട്ട് നയിക്കാൻ നമുക്ക് സാധ്യമാകും എന്നുള്ള ഒരു സന്ദേശം ഈ താരോപദേശത്തിൻ്റെ ഭാഗത്ത് നമ്മളിവിടെ കാണുകയാണ്.